എൻ്റെ പേര് ഓമന. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മോനെ, അതെൻ്റെ ചേച്ചി. എൻ്റെ മോൻ കിരണനൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ അൽത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ മോന് 2026 ജനുവരി 9 ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. മോന് കാഴ്ചയിൽ പുറമേ ഒന്നും ഇല്ലായിരുന്നെങ്കിലും അത് ഒരു സീരിയസ് ആയിരുന്നു. മോനെ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മോൻ്റെ കൈക്കൊരു ചെറിയൊരു പൊട്ടലും താടിക്കൊരു ചെറിയ മുറിവും മാത്രമേ ഉള്ളായിരുന്നു. അവിടുന്ന് മോന് അത് ഒക്കെ ഓക്കെ ആക്കി വിട്ടു. അപ്പോൾ മോന് വയറ്റുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർമാരെന്നൊരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം ഉള്ളിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്, കരളിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് കോട്ടയത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കോട്ടയത്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് ലേറ്റായി. രാത്രി വെളുപ്പിന് 3 മണിക്കാണ് മോനൊരു CT സ്കാൻ പറഞ്ഞു. അപ്പോൾ മോന് ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ 3 മണിക്കായി സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ ആ റിസൾട്ട് ഡോക്ടർമാർ ചേച്ചിമാരൊക്കെ പറഞ്ഞു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, എൻ്റെ ചേച്ചിമാരാണ് മോനെ കൊണ്ട് പോയതൊക്കെ. അപ്പോൾ അവരോട് പറഞ്ഞു, അപ്പോൾ മോൻ സീരിയസ് ആണ്, പാൻക്രിയാസിന് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്, അതുപോലെ ലിവറിനും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒന്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അല്ലെങ്കിൽ എറണാകുളം അമൃതയിൽ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് മോനെ കൊണ്ടുപോക്കോ, മോൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചാണെന്ന് പറഞ്ഞു. അവിടെ ഡോക്ടർമാരുണ്ട് എങ്കിൽ പോലും അവർക്കത് സ്ഥിരമായിട്ട് അത്ര ഡോക്ടർമാരില്ലായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് മോനെ അവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും അവർ ഡിസ്ചാർജ് തരത്തില്ലായിരുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഡിസ്ചാർജ് എഴുതി മേടിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മോനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ മോന് ഒരുപാട് വേദനയെന്ന് പറഞ്ഞാൽ മോന് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വേദനയായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും മരുന്നോ കാര്യങ്ങളോ ഒന്നും കൊടുക്കത്തില്ല. കാരണം മോൻ ഇവിടെ കോട്ടയത്ത് CT സ്കാൻ ചെയ്തത് കാരണം അതിൻ്റെ ഒരു CT സ്കാൻ ചെയ്ത് കഴിഞ്ഞ് 72 മണിക്കൂർ കഴിയാതെ അടുത്തൊരു CT സ്കാൻ ചെയ്യത്തില്ല. അങ്ങനെ മോന് 9 ഉണ്ടായ ഒരു ആക്സിഡൻറ്റിന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് 13 മോന് വീണ്ടും ഒരു CT സ്കാൻ ചെയ്യേണ്ടി വന്നത്. അന്നേരത്തേക്ക് എൻ്റെ മോൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അങ്ങേയറ്റം പറ്റിയെന്ന് പറഞ്ഞാൽ മോൻ ഞങ്ങളുടെ കൈവിട്ട് പോയി. അങ്ങനെ ആയിരുന്നു. അപ്പം ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് മോൻ്റെ അടുത്ത് വന്നപ്പോൾ മോന് വേദന കൊണ്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അവൻ കണ്ണടച്ച് ഉറങ്ങിയിട്ടില്ല. അവൻ 9 വൈകിട്ട് ഒരു ചായ കുടിച്ചതാണ്. പിന്നെന്ന് പറയുന്നത് അവന് യൂറിൻ പോകാനുള്ള ട്യൂബ് ഇട്ടു. പിന്നെ ഫുൾ അവന് റെസ്റ്റുമാണ്. അങ്ങനായി 13 രാവിലെ ഇവന് ഞങ്ങൾ കൊണ്ട് CT സ്കാൻ ചെയ്യാം. അപ്പോൾ മോന് രാവിലെ മുതൽ വയറിങ്ങനെ പെരുകി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്. മോനോട് ചോദിച്ചു, മോന് വേദനയുണ്ടോ? വേദനയില്ല. അപ്പോൾ അവന് വയറ് വീർത്ത് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മോനോടത് പറയാൻ എനിക്കൊരു പേടി, അവൻ വിഷമിക്കില്ലെന്ന് ഓർത്ത്. അങ്ങനെ ഒരു 9:10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞ് സിസ്റ്റർമാരോട് ഓടിച്ചെന്ന് പറഞ്ഞു, മോനെ ICU വാർഡിലാണ് കിടത്തിയേക്കുന്നത്. ഓടിച്ചെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞു, സിസ്റ്റർ ഇതുപോലെ മോൻ്റെ വയറ് പെരുകി വരുന്നുണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് പറയാൻ പറഞ്ഞു. എപ്പോഴും എന്ന് പറയുന്ന ഡോക്ടർമാരവിടെ വന്നാൽ അപ്പം തന്നെ തിരിച്ചു പോകുന്നതാണ്. പക്ഷേ അന്നേരം എൻ്റെ മോൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പം PGക്ക് പഠിക്കുന്ന ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നു. ഞാൻ ഡോക്ടറോട് എളുപ്പച്ചെന്ന് പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ കിരണിൻ്റെ വയറിങ്ങനെ പെരുകി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വന്ന് രാവിലത്തെ അളവ് നോക്കിയപ്പം ആ അളവിനെക്കാട്ടിൽ കൂടുതൽ മോൻ്റെ വയറ് പെരുകിയിട്ടുണ്ട്. അപ്പം തന്നെ പെട്ടെന്ന് ഡോക്ടർ അവിടുന്ന് മെയിൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു, അവിടുന്ന് എത്രയും പെട്ടെന്ന് മോനെ CT സ്കാൻ എടുക്കാനായിട്ട് കൊണ്ടുപോവാം. അപ്പം ഞങ്ങൾ കൊണ്ടുപോയാലൊന്നും പറ്റത്തൊന്നുമില്ല. അവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരക്കും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സീരിയസ് ആണ്, നമ്മുടെ ഒന്നും അല്ല സീരിയസ്. അവിടുന്ന് എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും കൃപയാൽ എൻ്റെ മാതാവ് അവിടെ ഇറങ്ങി വന്ന് ഈശോയെ ഇറക്കി വിട്ടതുപോലെ ആ ഡോക്ടർ തന്നെ മോനെ എത്രയും പെട്ടെന്ന് സ്ട്രെച്ചർ എടുക്കുന്നു, മോനെ എടുക്കുന്നു, പിടിക്കുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. എല്ലാത്തിനും ആ ഡോക്ടർ തന്നെ എല്ലാത്തിനും എത്രയും പെട്ടെന്ന് ഡോക്ടർ തന്നെ സ്ട്രെച്ചറെ കയറ്റി എടുത്ത് വലിച്ചുകൊണ്ടങ്ങ് ഓടുക. അന്നേരത്തേക്കും മോന് വയറങ്ങ് പെരുകി, മോന് ശ്വാസം കിട്ടാത്ത പോലെ വയറങ്ങ് പെരുകി. അവിടുന്ന് CT സ്കാൻ എടുക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നപ്പോഴും അവിടെ ഇവർക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർ ചെയ്യത്തില്ല. അവിടുന്ന് ഞാൻ വിളിച്ചു നോക്കിക്കൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ മോൻ ഇത്രയും പ്രായമേ ഉള്ളൂ, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് ഇവന് അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കണം, അതെല്ലാം നോക്കി. അപ്പോഴത്തേക്ക് എന്തോ 3 ദിവസം ആയപ്പോഴത്തേക്കും മോൻ്റെ വയറ് പഴുത്ത് മൂക്കിൽ കൂടെ ട്യൂബിൽ കൂടെ പഴുപ്പും ചോരയും കൂടെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചത്, എന്തോ അമ്മ യൂറിനാണോ മൂക്കിൽ കൂടെ വരുന്നത്? കുഞ്ഞിന് എന്തോന്ന് അറിയുന്നില്ല, അത്ര സീരിയസ് ആയിപ്പോയി. അവിടുന്ന് CT സ്കാൻ ചെയ്ത് അപ്പോൾ ആ ഡോക്ടർ തന്നെ പെട്ടെന്ന് ഞങ്ങൾക്കൊന്നിനും പോകണ്ട, ഞാനങ്ങ് സ്ട്രക്കായിപ്പോയി.
അപ്പോൾ ഡോക്ടർ തന്നെ എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ചെയ്തിട്ട് ആ റിസൾട്ട് ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, മോനെ എത്രയും പെട്ടെന്ന് വാർഡിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അന്നേരം ഡോക്ടർ തന്നെ ഓടിപ്പോയി റിസൾട്ട് പോയി മേടിച്ചു. അപ്പോഴൊക്കെ ഞാൻ കൈവിടുന്നില്ല. അപ്പോഴൊക്കെ ഈ മാതാവിൻ്റെ ഈ ഫോട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ച് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കൈ മേടിച്ച ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഇതുപോലെ നെഞ്ചിന് ചേർത്ത് ഞാൻ ഒറ്റ പിടുത്തം പിടിച്ചേക്കുക. ഞാൻ എങ്ങോട്ടും മാറത്തില്ല, ഫോട്ടോയും മാറ്റത്തില്ല. അവിടുന്ന് ഞാൻ അവരെല്ലാവർക്കും അറിയാം അമ്മമാരുടെ ദുഃഖം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടുന്ന് ഡോക്ടർ തന്നെ പെട്ടെന്ന് നിങ്ങൾ വാർഡിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ വാർഡിലോട്ട് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഞാൻ റിസൾട്ട് മേടിച്ചിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ മാതാവ് വന്നതുപോലെ ഒരു ലേഡി ഡോക്ടർ, അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഒപ്പം വരാനായിട്ട് ഒരു ലേഡി ഡോക്ടറെ കൂടി ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടു. കാരണം മോൻ അത്ര സീരിയസാണ്, ഞങ്ങൾ തന്നെ പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരോട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങൾ മോനെ വാർഡിലോട്ട് സ്ട്രെച്ചറിൽ അങ്ങോട്ട് എടുത്ത് ബെഡിലോട്ട് കിടത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഫോൺ വിളിക്കുന്നു. ഞങ്ങൾ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോനെ എത്രയും പെട്ടെന്ന് ഐസിയിലോട്ട് കൊണ്ടുവരാൻ പറയുന്നു. ഞങ്ങൾ ആ ചെന്ന സ്ട്രെച്ചറിൽ തന്നെ മോനെ എടുത്ത് കിടത്തിക്കൊണ്ട് പെട്ടെന്ന് ഐ സി കൊണ്ടുപോയതുമല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് മോനെ ഒന്നും പറയാനില്ല. മോൻ്റെ പാൻക്രിയാസിൻ്റെ ഭാഗം കട്ടായി മോൻ്റെ വയറ് ഫുള്ള് പഴുപ്പും ചോരയായിപ്പോയി. ഒന്നും ഡോക്ടർമാർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് എവിടുന്ന് വന്ന് എങ്ങനെ വന്നെന്നൊന്നും അറിയത്തില്ല. ഇത്രയും സജ്ജീകരണങ്ങളോട് കൂടി ഡോക്ടർമാരും വന്ന് എല്ലാവരും മെയിൻ ഡോക്ടർമാർ നല്ലൊരു സെറ്റ് ഡോക്ടർമാരെ എൻ്റെ മോന് കിട്ടി. എൻ്റെ ഈശോയും മാതാവോട് എത്തിച്ചു. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും 11 മണി മുതലാണിത്. അവിടുന്ന് മോനെ എത്രയും പെട്ടെന്ന് ഐ സി കൊണ്ടുവന്ന് കയറ്റി അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ തന്നെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഡോക്ടർമാർ തന്നെ ഇൻഷുറൻസ് തയ്യാറാക്കാനെ കൊണ്ട് പോകുന്നു, ഇതിന് പോകുന്നു എല്ലാം പെട്ടെന്ന് റെഡിയാക്കുക. അപ്പം ഞങ്ങളോട് മോൻ്റെ സീരിയസ് കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചു. അവർക്ക് 1% പോലും അവർക്കൊരു ഉറപ്പില്ല മോൻ്റെ കാര്യത്തിൽ. കാരണം അവർ ആ പാൻക്രിയാസിൻ്റെ പടം ഞങ്ങളെ വരച്ച് കാണിച്ചിട്ട് അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും എല്ലാം ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഞാൻ കരഞ്ഞില്ല, ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണുനീര് വന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് സങ്കടം വരുമോ. ഞാൻ അപ്പോഴും ഞാൻ വെച്ച് ഡോക്ടർമാർക്ക് എന്തും പറയാമല്ലോ, ഡോക്ടർമാരല്ല തീരുമാനിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ നിന്നൊരു സ്ഥലത്ത് പോകുമ്പോഴേ എൻ്റെ മക്കളെ 2 പേര് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ കാരണം ഇവിടുന്ന് ഞാൻ നേരത്തെ ഒരു ഫോട്ടോ മേടിച്ച് വീട്ടിൽ തിരികെ എത്തിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ട് പോയില്ല. കാരണം ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയാൽ അമ്മ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി വരത്തില്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ സ്ഥാനമില്ല. അതുകൊണ്ട് ആ ഫോട്ടോ ഞാൻ എടുക്കാതെ ഈ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല മക്കൾ എന്ത് തെറ്റ് ചെയ്യുന്നു, മക്കൾ ഏതിലേ പോകുന്നു, എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഇനി ഡോക്ടർമാർ എന്തും പറഞ്ഞോട്ടെ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർമാർ എന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഓപ്പറേഷൻ സമയത്ത് എന്ത് സംഭവിക്കാം, മയക്കുമ്പോൾ എന്ത് സംഭവിക്കാം, ഓപ്പറേഷൻ കഴിഞ്ഞാലും അവർക്കൊരു ഉറപ്പുമില്ല. പിന്നെ 14 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണം. മോൻ അത് കഴിഞ്ഞാലും ബോധം കിട്ടുന്നൊന്നും ഞങ്ങൾക്കൊരു മോൻ നേരെ ആവുമെന്നൊന്നും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഫുഡ് കൊടുക്കുന്നത് ട്യൂബിൽ കൂടെ ഇനിയും കൊടുക്കാനൊക്കത്തുള്ളൂ. അത് എത്ര കാലം കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും അവർ കൈ ഒഴിഞ്ഞു. പിന്നെ അവരുടെ ഒരു ഇതിൽ അവർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. മോൻ്റെ അച്ഛനും മോൻ്റെ അപ്പയും കൂടി ഒപ്പിട്ട് കൊടുത്തു, ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അവിടെ എല്ലാം എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. 7 മണിക്കൂറത്തെ ഓപ്പറേഷനായിരുന്നു. വെളുപ്പിനെ വൈകിട്ട് 5:30 ഓപ്പറേഷന് കയറ്റിയ മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് രാത്രി 11:30 ഓപ്പറേഷൻ കഴിഞ്ഞത്. മോനെ 11:30 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ മോനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി അന്നേരം മുതൽ ഞാൻ വന്ന് ഐസിയുവിൻ്റെ വാതിലിൽ വന്നും ഈ ഫോട്ടോ എൻ്റെ അമ്മയുടെ ഫോട്ടോയും നെഞ്ചത്ത് വെച്ച് തിരിയും കത്തിച്ച് ഇരുന്നൊറ്റ പ്രാർത്ഥന. ഞാൻ എങ്ങോട്ടും പോയതുമില്ല, ഒന്നുമില്ല. 6-7 മണിക്കൂർ ഒറ്റ ഇരിപ്പ് അവിടെ ഇരുന്നു, തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞു എങ്കിലും മോൻ എപ്പം ബോധം വീഴുമെന്നൊന്നും ഡോക്ടർമാർക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 14 ദിവസം ICU വെന്റിലേറ്ററിൽ കിടക്കണം. എങ്കിലും അത് കഴിഞ്ഞാലും മോൻ കാര്യം പറയുമോ, ഫുഡ് എന്ന് കൊടുക്കാൻ പറ്റും, നോർമൽ രീതിയിൽ കൊടുക്കാൻ പറ്റും എന്നൊന്നും ഇവർക്ക് ഒരു ഉറപ്പുമില്ല. 1% പോലും അവർക്ക് ഉറപ്പില്ല. അപ്പോഴൊന്നും ഞാൻ തകർന്നില്ല. ഞാൻ തകർന്നു. പക്ഷേങ്കിൽ അവിടെ എല്ലാം എൻ്റെ മോൻ്റെ മുഖവും എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ മുഖം, അവർ 3 ഉള്ളൂ എൻ്റെ മുന്നിൽ, വേറെ ഒന്നുമില്ല. ICUവിൻ്റെ മുമ്പിൽ 100 കണക്കിന് ആൾക്കാരിരിക്കുന്നു, പക്ഷേ അവരൊന്നും എൻ്റെ മുമ്പിലില്ല. അപ്പോൾ പിറ്റേ ദിവസം മോനെ രാവിലെ 8 മണിക്ക് എന്നെ ഡോക്ടർ വിളിക്കുന്നു. ബുധനാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ഡോക്ടർ എന്നെ വിളിക്കുന്നു. ഡോക്ടർ വിളിക്കുമ്പോഴേ നമ്മൾ ജീവൻ കളഞ്ഞ് ഓടിപ്പോകുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഇല്ലാതെ ഞാൻ പോകത്തേ ഇല്ലായിരുന്നു. ഞാൻ ഓടി അവിടെ ചെന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് കിരണിന് ബോധം വീണു, കിരണ് സംസാരിച്ചു
എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് അത്ര സംസാരിച്ചെങ്കിലും വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. വെൻറ്റിലേറ്റർ മാറ്റിയപ്പോൾ മോന് 17, 18 എന്നുള്ളത് 30, 32 പോവുക. എത്ര ദിവസം കൂടെ വെൻറ്റിലേറ്ററിൽ കിടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ ഒരു ഉറപ്പ് പറയുന്നില്ല. ഞാൻ കയറി കണ്ടു. ഒരമ്മമാർ സഹിക്കത്തില്ല, ആർക്കും സഹിക്കാം, ഒരമ്മമാർക്കൊന്നുമില്ല, ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അതേ അവസ്ഥ ഞാൻ കയറിയാണ് മോനെ കണ്ടിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കൊണ്ടാണ് കയറിയത്. തൈലവും കൊണ്ട് കയറി ഞാൻ സിസ്റ്റർമാർ മെയിൻ അവിടുത്തെ അതോ ഏറ്റവും വലിയ ICU തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം. MD ICU എന്ന് പറയും, നമ്പർ 1 MD ICU എന്ന് പറഞ്ഞാൽ അതിൽ നമ്പർ 1 ഒരു 14 ബെഡേ അതിനകത്ത് ഒരെണ്ണത്തിലാണ് എൻ്റെ മോന് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഞാനത് കയറിയിട്ട് എന്ത് ചെയ്ത് തൈലം സിസ്റ്റർമാരും ആരും കാണാതെ തൈലം പെട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു ലേഡി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങോട്ട് വന്നു. സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, എന്തോ മറയ്ക്കുന്നത്, കൃപാസനത്തിലെ തൈലമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന്, ധൈര്യത്തെ പറ്റിക്കോ, അമ്മയുടെ ധൈര്യത്തെ പറ്റിക്കോളം പറഞ്ഞു. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എൻ്റെ മാതാവ് തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലെ ആ ICUലൊന്നും ഒരു തുണ്ട് പേപ്പർ ഒന്നും കൊണ്ട് കയറാൻ പറ്റാത്ത ഒരു ICU ആണ്. അവിടെ ഞാൻ മോനെ കാണാൻ ഒരു ദിവസം 5 പ്രാവശ്യം കയറുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിനി എൻ്റെ മോനെ ഇങ്ങനെ കാണണ്ട, എനിക്ക് ഈ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കാണുമേ വേണ്ട. കാരണം ഞാൻ ഇങ്ങനെയല്ല എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത്. അപ്പോൾ അമ്മയെ ഞാൻ എങ്ങനെയാണോ എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോയത് അതുപോലെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, പിറ്റേ ദിവസം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വെളുപ്പിനെ ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കാണാനായിട്ട് വന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ രോഗികളുടെ ടോക്കൺ കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം മോൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഫോട്ടോ ഇല്ല, മറ്റ് രേഖകളും കൊണ്ടാണ് ഞാൻ വന്നത്. മോൻ്റെ സാധാരണ ഒരു ഫോട്ടോയും കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് മാനേജർ ടോക്കൺ തരത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തന്നേ പറ്റൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറ്റത്തില്ല, എനിക്ക് ജോസഫ് അച്ഛനെ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വലിയായി കിടന്ന് വിളിച്ചു പോയി. എനിക്ക് എൻ്റെ മോൻ ഇന്ന പോലെ ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞു. അപ്പം മാനേജർ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ടോക്കൺ എഴുതി തന്നു. ഞാൻ ആ ടോക്കണും കൊണ്ട് ഓടി ഇവിടെ വന്നിരുന്നപ്പോഴേ ഇവിടെ ഒരുപാട് രോഗികളെ കാണേണ്ട ടോക്കൺകാരിരിക്കുന്നു. അപ്പം എനിക്ക് തിരിച്ച് മോൻ്റെ അടുത്ത് ചെല്ലണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫ്രണ്ടിലോട്ട് തെള്ളിക്കയറി നിന്നു. എൻ്റെ വിചാരം ഫ്രണ്ടിലോട്ട് തെള്ളിക്കയറി നിന്ന് ആദ്യമേ കണ്ടിട്ട് ഓടിപ്പോകാമല്ലോ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, എല്ലാവരും പുറമോട്ട് മാറി നിൽക്കി, ടോക്കൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ച് നിന്നും കരഞ്ഞു. എപ്പോഴിനിയും പോകാനല്ല, ലാസ്റ്റല്ല എന്നെ വിളിക്കത്തുള്ളൂ. അപ്പം ഞാൻ പുറമോട്ട് മാറി നിന്ന് നോക്കിയപ്പോൾ എത്ര, എൻ്റെ നമ്പർ 4. 10-30 പേരെ വിളിച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ നമ്പർ 4. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ അവിടുന്ന് തലേന്ന് പോരാൻ ഒരുങ്ങിയപ്പോഴേ അമ്മ ഇവിടെ എനിക്ക് വേണ്ടി 4 എന്നൊരു നമ്പർ മാറ്റി വെച്ചിരുന്നു. ഇന്ന് ഇത്രയും അന്നത്തെ തിരക്കെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട് 4 മണിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ മോനെ അച്ഛനെ കണ്ട് അച്ഛൻ കാശുരൂപം തന്നു. ഞാൻ അതുകൊണ്ട് മോൻ്റെ അടുത്ത് ചെന്ന് അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ തലേന്ന് ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്, എൻ്റെ മാതാവേ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുമോൻ്റെ വെൻറ്റിലേറ്ററിന് അവനെ മാറ്റിയിരിക്കണം, എനിക്കിനി ഇത് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കായംകുളത്ത് വന്നപ്പോൾ 8 മണിക്ക് കായംകുളത്ത് വന്നപ്പോൾ എൻ്റെ ഈ ചേച്ചി വിളിച്ച് പറയുന്നു, എടി മോൻ്റെ ഡോക്ടർ എന്നെ വിളിച്ചു, മോനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു. 14 ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കുമെന്ന് പറഞ്ഞ് മോനെ 7 മണിക്കൂർ പോലും എൻ്റെ മാതാവ് കിടത്തിയില്ല. അവിടുന്ന് ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയില്ല. വാതിൽ ചെന്നപ്പോൾ എന്നെ വീണ്ടും ചേച്ചി 11:30 ആയപ്പോൾ എന്നെ വിളിച്ച് പറയുന്നു, എടി മോൻ അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഡോക്ടർമാർ ഉറപ്പും പറയാത്ത ഡോക്ടർമാർ. അവിടുന്ന് ഞാൻ വീട്ടിൽ ആശുപത്രി ചെന്നു. കാശുരൂപം മോൻ്റെ അച്ഛൻ തന്നിട്ട കാശുരൂപം മോൻ്റെ തലക്കീഴി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ മുന്നോട്ട് ഓരോ പടി മോന് ദിവസത്തിന് മാറ്റങ്ങളും മാത്രമാണ്. പക്ഷേ ഞാൻ ആരോടും പറയത്തില്ലായിരുന്നു. കാരണം മോന് നല്ല പനിയുണ്ടായിരുന്നു. പനിയായിട്ട് ചുമച്ച് മോൻ്റെ കുത്തിക്കെട്ടങ്ങ് പൊട്ടി. വീണ്ടും ഒരു ഓപ്പറേഷനൂടെ ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അത് കാരണം മോനെ ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ സ്റ്റിച്ചിട്ടിട്ടില്ലായിരുന്നു. പുറത്ത് മാത്രം ഒരു സ്റ്റിച്ചിട്ടിട്ട് മുറിവ് ഫുള്ള് ഉള്ളിൽ ഓപ്പണാക്കി വെച്ചേക്കുക. അപ്പം മോന് പനി കാരണം ചുമച്ചപ്പോൾ എന്ത് ചെയ്ത് 2 സ്റ്റിച്ച് അങ്ങ് പൊട്ടി. 2 സ്റ്റിച്ച് പൊട്ടിയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവിടെ വരെ അങ്ങ് പൊളന്നു പോയി. അപ്പോൾ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റിച്ചിടാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഓരോ ദിവസങ്ങളും കയറി ചെല്ലുമ്പോഴും ഡോക്ടർമാർക്ക് നമ്മളിട്ടങ്ങ് പേടിപ്പിക്കുക. മഞ്ഞപ്പിത്തം വരും, ന്യൂമോണിയ വരും, അങ്ങനെ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ഏത് രീതിയിലും കുഞ്ഞിന് എന്ത് സംഭവിക്കാം അതേ രീതിയിൽ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം എൻ്റെ മാതാവ് ഈശോയുടെ കാത്ത് മോൻ അവിടെ ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞ് എന്ത് നല്ലൊരു അനുഗ്രഹമായിരുന്നു. നല്ല
പരിഗണനയായിരുന്നു. അവിടുന്ന് ഈ ആ ICU എന്ന് പറയുന്നത് 1-2 ദിവസത്തിൽ കൂടുതൽ ആ ICU കിടത്തത്തില്ല. ICU കിടക്കുന്നവർ അങ്ങോട്ട് കൊണ്ട് കയറ്റിൽ പിന്നെ ജീവനോടെ വെളിയിലിട്ട് കിട്ടത്തില്ല. അങ്ങനെ ആ ICUവിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ICUവിൽ എത്രയും പെട്ടെന്ന് വെളിയിൽ ഇറക്കണേന്ന്. പക്ഷെ ഞാനും എൻ്റെ മോനും പ്രാർത്ഥിച്ചത് ICUവിൽ തന്നെ കിടത്തണേന്നാണ്. കാരണം അതുപോലെ നല്ല ശ്രദ്ധയായിരുന്നു ഡോക്ടർമാർ മോന് കൊടുത്തത്. അവിടെ 13 ദിവസം മോൻ ആ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ICU കിടന്നു. അവിടുന്ന് പിന്നെ എന്നെ 13ാമത്തെ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, കിരണിനെ മിക്കവാറും വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ വാർഡിലോട്ട് മാറ്റരുത്, ഈ അവസ്ഥയിൽ മുറിവിന് ഭയങ്കര മുറിവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത് ട്യൂബ് ഇട്ടേക്കുന്ന 5 ട്യൂബ് എൻ്റെ പൊന്നുമോൻ്റെ ദേഹത്ത് കിടന്നത്. 2 സൈഡിൽ ഈ 2 യൂറിൻ്റെ ട്യൂബ്, അങ്ങനെ 5 ട്യൂബാണ് കിടന്നത്. ഈ മുറിവ് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, നമുക്ക് കാണാനും പറ്റത്തില്ല. അപ്പം ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു, ഡോക്ടറെ താഴത്തെ ICUവിലോട്ട് മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, അതിൻ്റെ മെയിൻ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ കാശ് രൂപം കൈ മുറുക്കി പിടിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഡോക്ടറല്ലല്ലോ തീരുമാനിക്കുക. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഡോക്ടറല്ലല്ലോ തീരുമാനിക്കുന്നത്, എൻ്റെ അമ്മയും ഈശോയും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, രാവിലെ ഇറങ്ങിപ്പോന്നു. 4 മണിയായപ്പോൾ കിരണിൻ്റെ ആളെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവനെ സ്ട്രെച്ചറെ കയറ്റി കിടത്തിയേക്കുക. അപ്പം കുഞ്ഞ് കരയുക. അവനും ICU നിറക്കാൻ പേടിയാണ്, കാരണം വാർഡിലോട്ട് മാറ്റിയ കുഞ്ഞ് അതുപോലെ വേദന തിന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഡോക്ടർ എന്നോട് സിസ്റ്റർ പറഞ്ഞു, കിരണിനെ വാർഡിലോട്ടല്ല മാറ്റുന്നത്, തൊട്ടടുത്ത് താഴത്തെ ICUവിലോട്ടാണ് മാറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 20 ദിവസം എൻ്റെ മോനെ ICU കിടന്നു. അവിടുന്ന് ഈ 2 ICU വാർഡിൽ കിടന്നപ്പോൾ നമ്മൾ കുറേശ്ശെ പൈസ അടയ്ക്കണം അവിടെ. ഇതൊന്നും നമുക്ക് അവിടെ അടയ്ക്കേണ്ടി വന്നില്ല. എല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും കൃപയാൽ അതെല്ലാം നമുക്ക് ഇളവ് ചെയ്തു തന്നു. അതുപോലെ തന്നെ മോനെ വാർഡിൽ മാറ്റി കഴിഞ്ഞിട്ടും 26 ദിവസം ICU വാർഡിൽ തന്നെ അവനെ കിടത്തി. വേറെ സാധാരണ വാർഡിലോട്ടൊന്നും മാറ്റിയില്ല. അവിടുന്ന് ഇന്നിപ്പോൾ ഇതേ ഗതിയിൽ. കാരണം അന്നൊരു ഡോക്ടർമാർ പറഞ്ഞു, ഇനിയും ഇതെല്ലാം കഴിഞ്ഞാലും ഫുഡ് കഴിക്കാൻ ഒക്കുമോ, പഴയ രീതിയിൽ കഴിക്കാൻ ഒക്കുമോ, ഒന്നിനും ഒരു ഉറപ്പില്ലായിരുന്നു, ഒന്നിനും. അവിടുന്ന് എല്ലാം എൻ്റെ ഈശോയും അമ്മയും കൂടെ 5 ട്യൂബ് ഇട്ടുകൊണ്ടല്ല. എന്നിട്ട് അമ്മയോടും പറഞ്ഞു, മാതാവിനോടും പറഞ്ഞു, എൻ്റെ മോനെ എങ്ങനെയാണോ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത് അതുപോലെ തന്നെ എനിക്ക് കണ്ടാൽ മതി. ഈ ട്യൂബ് എല്ലാം കൂടി ഇട്ടുകൊണ്ട്, ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ട്യൂബൊക്കെ എന്ന് മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ട്യൂബ് എല്ലാം കൂടി ഇട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞിന് 20 വയസ്സേ ഉള്ളൂ. എല്ലാവരും സഹതാപത്തോടെ എൻ്റെ കുഞ്ഞിനെ നോക്കണ്ട, അതെനിക്കിഷ്ടമല്ല. അവൻ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നൊരു മോന്, അവനെ അങ്ങനെ തന്നെ എല്ലാവരും കണ്ടാൽ മതി. ഇതാണ് എൻ്റെ മോൻ ICU കിടന്നപ്പോഴുള്ള ഫോട്ടോ. 5 ട്യൂബിൽ 3 ട്യൂബും മോനെ ആശുപത്രി വെച്ച് തന്നെ മാറ്റി. അത് കഴിഞ്ഞ് 2 ട്യൂബ് കിടക്കുന്നു, ഫുഡ് കൊടുക്കുന്ന ട്യൂബും അല്ലാതെ വേറെ ട്യൂബും കിടന്ന്. അപ്പം ഞാൻ ഇവിടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത അപ്പം തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷി എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ട് പോയി, അമ്മയുടെ വണക്കമാസമായി മെയ് 15-നുള്ളിൽ മോൻ്റെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ ട്യൂബുകളും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 28-ാം തീയതി മോനെ ചെക്കപ്പിന് കൊണ്ടുപോയി ശരീരത്തിൽ കിടന്ന ട്യൂബുകളെല്ലാം നീക്കം ചെയ്ത് ഇന്ന് മോനെയും കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം പറയാനായിട്ടും അൽത്താരെ കൊണ്ടുവന്നതാണ്. എൻ്റെ മോൻ്റെ പാൻക്രിയാസ് 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ അത് കിളിക്കുവോ എന്നൊന്നും ഡോക്ടർമാർക്ക് അറിയത്തില്ല. ഡോക്ടർമാർ മോനെ ഡിസ്ചാർജ് ആക്കിയപ്പോഴും അവനെ കണ്ട ഡോക്ടർമാരെല്ലാം വന്ന് പറഞ്ഞു, ഇതൊരു അത്ഭുതം തന്നെയാണ്, നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിളിച്ചത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്കും ഈ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അതിശയം വരത്തക്കതായിട്ട് അവർ ചോദിക്കണം എന്നോട്, ഏത് ദൈവത്തെ വിളിച്ചത് എന്നോട് ചോദിക്കണം, അതുപോലത്തെ ഒരു റിസൾട്ട് എനിക്ക് തരണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അതുപോലെ റിസൾട്ടാണ് എൻ്റെ അമ്മ തന്നത്. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാലെ കൊണ്ട് ഞാൻ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ സ്ഥിരമായിട്ട് ഉടമ്പടിയിലല്ലെങ്കിൽ പോലും പേപ്പറിൻ്റെ കളർ മാറ്റത്തിലല്ല കാര്യമെന്ന് അച്ഛൻ പറയും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 5 വർഷത്തോളമായി. ഞാനിപ്പോൾ ഇത് 9ാമത്തെ ഉടമ്പടിയാണ്. അന്ന് മുതൽ ഞാൻ എന്നാലാവുന്നത് പോലെ എല്ലാ സഹായങ്ങളും ഞാൻ രോഗികളെ സന്ദർശിക്കും. ആശുപത്രിയിൽ വെച്ചാണെങ്കിലും ഞാൻ എനിക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം ഞാൻ എൻ്റെ അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ കൊടുക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ വന്ന് ഞാൻ പത്രവും അമ്മയുടെ ഫോട്ടോയും കാശ് രൂപവും എല്ലാം മേടിച്ച് ഞാൻ അവിടെ എല്ലാം രോഗികൾക്ക് കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ രോഗികളെ സന്ദർശിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഓമന എന്ന ഈ അമ്മ തൻ്റെ മകനോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് നാം എല്ലാവരും വളരെ കാതോർത്തിരുന്ന് കേട്ടതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അല്ലാതെ ഈ മകനിന്ന് രക്ഷ കിട്ടുകയില്ല എന്ന് എല്ലാവരും തന്നെ വൈദ്യശാസ്ത്രം വിധി എഴുതിയതാണ്. എത്ര തന്നെ ഓപ്പറേഷനും
അതുപോലെ തന്നെ എത്ര തന്നെ മെഡിക്കേഷന് വിധേയമായിരുന്നാലും ഡോക്ടേഴ്സ് കൈവിട്ട കേസുകളാണെന്ന് അമ്മയും റിപ്പോർട്ടും സ്ഥിരീകരിച്ചതാണ്. പാൻക്രിയാസിൻ്റെ കാൽഭാഗത്തോളം മുറിച്ച് കളഞ്ഞ് ഇനി അവന് ഒരു ഭക്ഷണവും, അത് അമ്മ പറയാൻ വിട്ടുപോയതാണ്. അമ്മ പറഞ്ഞതിങ്ങനെയാണ്, ഒരു ഭക്ഷണവും ഇനി അവന് കഴിക്കാൻ സാധിക്കില്ല. അമ്മ ലാസ്റ്റായിട്ട് പറഞ്ഞത് അതാണ് സ്ഥിരീകരണ സമയത്ത്. അവനിപ്പോൾ പൊറോട്ട മാത്രം കഴിച്ചിട്ടില്ല, ബാക്കി ബിരിയാണി, ചിക്കൻ, ഇങ്ങനെ എല്ലാ ഹെവി ഫുഡും അവൻ കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവൻ്റെ ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. ഉടനെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ വന്നിവിടെ സാക്ഷ്യം എഴുതി സ്ഥിരീകരിച്ചതാണ്. അതിനുശേഷം അമ്മയുടെ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ജീവൻ്റെ വില എത്രമാത്രമാണ്. നമ്മുടെ ജീവൻ്റെ വില കൊടുത്തുകൊണ്ട് ഈശോ കുരിശിൽ മരിച്ചത്, അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയാൽ നാം എല്ലാവരും ഇന്ന് ജീവനോടെ ആത്മാവോടെ ജീവിക്കുന്നു. നമ്മുടെ അസ്ഥിക്കും മജ്ജകൾക്കും ഇന്നും ജീവനുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇനിയും നീരുറവകൾ ഒഴുകും എന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നത്. അവിടുന്ന് തന്നെ നിരന്തരം മരുഭൂമിയിലൂടെ നമ്മെ നയിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എത്ര തന്നെ പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും നാം കടന്നുപോയാലും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നീ കുടിച്ചാലും നിനക്ക് തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല. ഈ അമ്മയുടെ വാക്കുകൾ അത് തന്നെയാണ്. ഓമന എന്ന ഈ മകൾക്ക് പറയാനുള്ളത് അതാണ്. ഈശോ നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, സൗഖ്യത്തിന്, പുനർജയ ജീവിതത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.